പശ്ചിമബംഗാളിലെ SIR നടപടികളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി നാളെ സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരാകും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെയാണ് ഹാജരാകുന്നത്. SIR നടപടികൾക്കെതിരെ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ഹർജി നൽകിയിരുന്നു. അച്യുതനാണ് വിവരങ്ങളുമായി ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ SIR നടപടികളുമായി ബന്ധപ്പെട്ട് നാളെ നേരിട്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ സുപ്രീം കോടതിയിൽ ഹാജരാകുകയാണ്. എപ്പോഴാകും ഈ കേസ് പരിഗണിക്കുക എന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ? പ്രവിധ, ഈ ബംഗാളിലെ SIRൽ വ്യാപക ക്രമക്കേടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് TMCയും അതുപോലെ തന്നെ ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജിയും സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ നാളെ ഈ കേസ് പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നാളെ ഈ കേസ് പരിഗണിക്കാനിരിക്കെയാണ് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ ഒരു അപൂർവമായിട്ടുള്ള ഒരു നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ നേരിട്ട് ഹാജരാകാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള അനുമതികൾ അത് തേടുകയും ചെയ്തിരിക്കുകയാണ്. നാളെ ആയിരിക്കും ഈ കേസ് പരിഗണിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷ ബെഞ്ചിന് മുൻപാകെ മുഖ്യമന്ത്രി മമതാ ബാനർജി ഹാജരാവുക. ഇന്ന് മമതാ ബാനർജി ഡൽഹിയിൽ എത്തിയിരുന്നു. ഇപ്പോൾ ബംഗാൾ ഭവനിലാണ് മമതാ ബാനർജി ഉള്ളത്. നാളെ ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുമ്പോൾ അതായത് കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ SIRലെ വ്യാപക ക്രമക്കേടുകൾ നടന്നത് എന്ന് സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ കോടതിക്ക് മുൻപാകെ വിശദീകരിക്കാനായി ഒരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സന്ദർഭത്തിലേക്ക് തന്നെ കാര്യങ്ങൾ ഒരുപക്ഷെ വഴിവെച്ചേക്കാം. എന്തായാലും നിലവിലിപ്പോൾ നാളെ ഹാജരാകാനുള്ള അനുമതി തേടിയിരിക്കുന്നു, അനുമതി ലഭിച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിൽ മമതാ ബാനർജി നാളെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ ഹാജരാകും. പ്രവിധ, അതെ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വന്നത്. പശ്ചിമബംഗാളിലെ SIR നടപടികളിൽ പ്രതിഷേധിച്ചാണ് മമതാ ബാനർജി നാളെ നേരിട്ട് സുപ്രീം കോടതിയിൽ ഹാജരാകാനിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെയാണ് മമതാ ബാനർജി ഹാജരാവുക. SIR നടപടിക്രമങ്ങൾക്കെതിരെ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ഹർജി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് നാളെ നേരിട്ട് ഹാജരാകുക എന്നാണ് അച്യുതൻ നൽകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.